ഓ ഓ വരൂ നമുക്ക് ഒരുമിച്ചിരുന്നൊരു പുഴുക്ക് കഴിക്കാം എന്ന് പറഞ്ഞ സീരിയലിലെ പ്രൊഡ്യൂസറാണല്ലോ വിളിക്കണേ. ഇനി ആ ലൊക്കേഷനിൽ വല്ല പ്രശ്നം ഉണ്ടായി കാണോ എന്തോ ഭഗവാനെ. ഹലോ സാർ, നമസ്കാരം. പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജി കല്ലിന്താഴം. നീ കല്ലിന്റെ താഴെയോ മുള്ളുമുരിക്കിലോ കയറ്. എടാ ഇവിടെ അമ്മവാഴ്ച ചെയ്ത സ്ത്രീ വന്നില്ല എന്ന് പറഞ്ഞാൽ ഡയറക്ടർ എന്റെ അടുത്ത് കിടന്ന് ചാടുവാ. അല്ല സാർ, അത് എന്താണെന്നറിയാമോ സാറേ, അവരെ ഞാൻ ബോംബെ നിന്നാണ് അവരെ ഞാൻ ഇറക്കിയത്. അപ്പൊ അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അവർക്ക് ബാറ്റ കൊടുത്തില്ല. അപ്പൊ അതിന്റെ പേര് അവർ ഈ പ്രാവശ്യം വരത്തില്ലെന്ന് പറഞ്ഞു. ഷാജി, ഓ എന്റെ അരയിലുള്ള ഏലസ് വിറ്റാ കഴിഞ്ഞോട്ട് അവർക്ക് പേയ്മെന്റ് കൊടുത്ത്. ആണോ? ആകെ മിച്ചമുള്ളത് ഒരു കറുത്ത ചരടാ, അത് വിൽക്കാനും പറ്റത്തില്ല. ആണോ? അല്ല, അപ്പൊ അവർക്ക് എന്തേലും കൊടുക്കണമെന്നാ സാർ പറയുന്നത്. എന്തേലും കൊടുത്താ മതിയെങ്കിൽ ബാറ്റയ്ക്ക് പകരം ഒരു ടാറ്റായും കൊടുത്ത് അവനെയൊക്കെ പറഞ്ഞു വിട്ടു. ഞമ്പക്കല്ലേ. അതുപോലെ നമ്മുടെ ഈ സീരിയലിലെ ഒരു ഹോം നേഴ്സിന്റെ വേഷം ചെയ്യുന്നില്ല, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഇല്ലായിരുന്നു സാർ, അമ്പിളിക്കല. ആ ഒരാഴ്ചത്തെ വർക്ക് കൂടെ കാണുമോന്നൊന്ന് ഡയറക്ടറോട് ചോദിക്കാവോ? ഞാൻ ചോദിച്ചാൽ ഇല്ലെന്ന് പറയും. ഷാജിയേ, നിന്റെ അമ്മ വയ്യാതെ കിടക്കുമല്ലേ? ഓ വയ്യാതെ കിടക്കുന്നത് സാർ, വയ്യ. അവരെ നോക്കാൻ ആരേലും വേണ്ടേ? ആരുമില്ല സാർ, വീട്ടിൽ ആരുമില്ല. അപ്പൊ നിന്റെ ഭാര്യ എടുത്ത് പറ, നിന്റെ തള്ളയെ നോക്കി അവിടെ നിൽക്കാം. സ്വന്തം ഭാര്യ അഭിനയിപ്പിച്ചിട്ട് എന്റെ പൈസ ഇട്ടാ നോക്കും. അല്ലടാ പക്ഷേ ശരി. ഈ നശിച്ചവരോട് ഞാൻ പറഞ്ഞ എന്റെ പേര് അവിടെ ചെന്ന് പറയില്ലേന്ന്. എന്റെ പൊന്ന് രാരിച്ച മോലാളി, ഈ തേനീച്ചിരിക്കുന്ന പോലെ പെണ്ണുങ്ങളുടെ ഇരിക്കാതെ അങ്ങോട്ട് ചെല്ല്. മേക്കപ്പും ചെയ്തിട്ടില്ലേ? ഇല്ല. ആ ഡയറക്ടർ ചീത്ത വിളിക്കുമെന്ന് എനിക്ക് അറിഞ്ഞോ. പെട്ടെന്ന് ചെല്ല്. ഹലോ, ക്രിക്കറ്റ് കളിക്കാൻ തന്നെ സെഞ്ചുറിയും കൂടെ കൊണ്ട് നടക്കും. ഇങ്ങനെ ഇരുന്നാ മതിയോ? മേക്കപ്പ് ചെയ്യണ്ടേ? പെട്ടെന്ന് ചെല്ലാന് പെട്ടെന്ന് വേണം കേട്ടോ. അതിൽ കിടന്ന് ചീത്ത വിളിക്കും. പിന്നെ സാർ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കണം സാർ. എങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ഷൂട്ടിംഗ് തുടങ്ങാം. അതിന് ഒരു വീട് പെയിന്റ് അടിക്കാൻ 1 ദിവസം മതി, അവർക്ക് മേക്കപ്പ് ഇടാൻ 2 ദിവസം വേണം. അല്ല സാർ, മേക്കപ്പ് ഇട്ടോണ്ടിരിക്കാൻ. ഇപ്പൊ വരും സാർ, ഇപ്പൊ വരും സാർ, ഇപ്പൊ വരും സാർ. ചേച്ചി അതെ ഞാൻ ക്ലിയർ ചെയ്യും. അത് ക്ലിയർ ചെയ്യും, ക്ലിയർ. അങ്ങനൊക്കെയുള്ള ഓരോരോ കാര്യങ്ങളാണ്. ഞാനിവിടെ നിന്നോളാം. അയ്യോ എവിടെ പോകുന്നു? എടാ, എന്റെ ഈ വീട് വാടകയ്ക്ക് തരാൻ സമയം നീ എന്തോടാ എന്നോട് പറഞ്ഞത്? സീരിയലിന്റെ ഷൂട്ടിംഗ് ആണ്, വേഷം തരാന്ന് പറഞ്ഞു. സീരിയലിന്റെ ഷൂട്ടിന് വേഷം തരാന്ന് സമ്മതിച്ചു. അത് മാത്രമല്ല, ഇതിനകത്തൊരു അമ്മായിയുടെ നല്ല വേഷമാ, അത് എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കാമെന്ന് നീ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു. അത് പോട്ടെ, ഈ വീടിന്റെ വാടക എനിക്ക് കൃത്യമായിട്ട് തരാമെന്ന് നീ പറഞ്ഞു. പറഞ്ഞു. ഇപ്പൊ വാടകയില്ല, വേഷവും ഇല്ല, ഈ പുരയ്ക്കത്തിട്ട് എനിക്ക് കേറാനും പറ്റുന്നില്ല. എന്തോടാ നിന്റെ സീരിയലിന്റെ പേരെന്തായിരുന്നു? മീനൂസ് കിച്ചൺ. ഇപ്പൊ ഷൂട്ട് നടക്കണേ. ഈ മീനൂസ് എന്ന് പറയുന്ന കൊച്ചു കാരണം എനിക്ക് എന്റെ കിച്ചണിനൊക്കെ തോന്നി കയറാൻ പറ്റുന്നില്ല. അറിയാമോ? മൊബൈൽ ഉണ്ടല്ലോ, അതിന്റെ അണ്ണാക്കി എടുത്ത് തിരികെ കയറ്റി കൊടുക്കും. ആരുമില്ല സാർ, ആരുമില്ല. ഞാൻ കൺട്രോൾ ചെയ്തോളാം. എന്റെ പൊന്നേ, ബഹളം വെക്കരുത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടർ ആകെ കലിപ്പാണ്. ഇപ്പൊ തന്നെ ഒരു സീരിയൽ കില്ലറിന്റെ രംഗമാണ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അതിന്റെ കലിപ്പാണ് പുള്ളിക്ക്. എടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സീരിയൽ കില്ലറും സീരിയലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് ഈ സീരിയൽ കില്ലർ എന്ന് പറഞ്ഞാൽ നേരെ വരുന്നു, ഒറ്റയടിക്ക് ആൾക്കാരെ കൊല്ലുന്നു. സീരിയൽ എന്ന് പറഞ്ഞാൽ എപ്പിസോഡ് ബേസിൽ ഇഞ്ചിഞ്ചായിട്ട് ആളെ കൊല്ലുന്നു. അതാണ്. ഒന്നും പറയണ്ട, എനിക്ക് ഈ സീരിയലിന് വേഷം കിട്ടിയേ പറ്റൂ. ചേച്ചി എന്ന് പറഞ്ഞാൽ ഗടിപിടി എന്ന് പറഞ്ഞ് വേഷം തരാൻ പോയിരിക്കും. അതായത് ഇപ്പൊ ഈ കലാപാരമ്പര്യമുള്ള കുടുംബത്തിലുള്ള ആൾക്കാർക്ക് പോലും സീരിയലിലോ സിനിമയിലോ വേഷം കിട്ടുന്നില്ല. ഇപ്പൊ തന്നെ ഞാൻ ഈ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് കലാപാരമ്പര്യം ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കയറി അഭിനയിക്കും. നിനക്ക് എന്തോന്ന് കലാപാരമ്പര്യം ഇരിക്കുന്നത്? എന്റെ അപ്പൂപ്പൻ ഭയങ്കര അഭിനയക്കാരനല്ലായിരുന്നു. പിന്നെ നാടകത്തിലെ മുടിച്ചൂടാൻ മന്നനായിരുന്നു. അത് ശരി. എത്രയോ ക്ലബ്ബുകളിൽ നാടകം അഭിനയിച്ചിരിക്കുന്നു. പിന്നെ എത്രയോ ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്നു. എത്രയോ സോപ്പ് കുട്ടി സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുന്നു. എന്നിട്ട് അപ്പൂപ്പൻ ഇപ്പൊ എവിടെയുണ്ട്? ആ സമ്മാനം കിട്ടിയ സോപ്പ് കുട്ടിക്കകത്ത് ഒളിക്യാമറ വെച്ചെന്ന് പറഞ്ഞ് പോലീസ് തൂക്കി അകത്തിട്ടിരിക്കുന്നു. എപ്പോഴും ഈ എന്റെ അപ്പൂപ്പനെ ഈ ക്രഷ് എന്ന് പറയാൻ നടക്കുന്നത്. ഈ പ്രായത്തിൽ അങ്ങനെ ആരടുത്താണ് ക്രഷ്? ആ ക്രഷ് അല്ല, പിന്നെ പോലീസുകാർ ഇടിച്ച് എല്ലെല്ലാം ഓടിച്ചിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ നടന്നു പോകുമ്പോ ഇതിന്റെ ക്രഷ അങ്ങനെ എല്ലിന്റെ ശബ്ദം. നല്ല കുടുംബപാരമ്പര്യം കേട്ടോ. എടാ, നീ എനിക്ക് ഇതിനകത്ത് വേഷം തരാന്ന് പറഞ്ഞു തന്നില്ല. പോട്ടെ, വാടക തരുന്നില്ല. നിന്നെ ഞാൻ ഇങ്ങനെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. പിന്നെ നിന്നെ ഞാൻ കോടതി കയറ്റും. നിനക്കെതിരെ ഞാൻ വിശ്വാസവഞ്ചനയ്ക്ക് കേസ് കൊടുക്കാം. അറിയാമോ? ചേച്ചി, അച്ഛനും മരുന്ന് മേടിക്കണേ തന്നെ 1 മാസം 40,000 രൂപ വേണം. മുത്തശ്ശിക്ക് മരുന്ന് മേടിക്കണേ ഒരാഴ്ച 6,000 രൂപ. ഇതൊന്നും പോരാഞ്ഞിട്ട് അമ്മ ഇട്ടിട്ട് പോയ പറക്കം മുറ്റാത്ത 4 ഇല്ലാ കുഞ്ഞുങ്ങൾ. ഇതിന്റെ എല്ലാം ഭാരം തല ചുമക്കുന്നൊരു പാവപ്പെട്ടവൻ. എടാ ഷാജി, പോട്ടണ, ചേച്ചി അറിയാതെ പറഞ്ഞതാ. ഇത്രയേറെ വിഷമമുള്ള വീട്ടിൽ നിന്നാ നീ വരുന്നതെന്ന് നിന്നെ കണ്ടാ പറയത്തില്ല. അയ്യോ, ഇതെന്റെ വിഷമമല്ല. പിന്നെ അരി തിളയ്ക്കുന്നു, അമ്മ വിളിക്കുന്നു, വിടു മുതലാളി എന്ന് പറഞ്ഞ പുതിയ സീരിയലിന്റെ കഥ. ചേച്ചിക്ക് ഒരു വേഷം തരാം.
നീ എന്റെ വായിൽ വന്നത് കേട്ടോ. അപ്പൊ ഇത്ര നേരം കേട്ടോണ്ടിരുന്നത് നിങ്ങളുടെ മൂക്കി തടാ കേട്ടോണ്ടിരുന്നത്. എടാ, നിന്നെ പറയണ്ട. എടാ, നിന്റെ കൂടെ നിന്റെ വാല് പോലെ ഒരു ചെറുക്കം ഉണ്ടായിരുന്നല്ലോടാ. ഓ, ഉണ്ട്, ഉണ്ട്. അവനെ എന്റെ കയ്യിൽ കിട്ടണം. അവനെ ഞാൻ തീർത്ത് വയ്ക്കാം. അവനെ ഞാൻ തീർത്ത്. അയ്യോ ചേച്ചി എന്നെ എന്ത് വേണം പറഞ്ഞു. ചേച്ചി ആ പാമ്പ് പിടിച്ച പയ്യനെ ഒന്നും പറയില്ലേ ചേച്ചി. ഒന്നും പറയല്ലെന്നാ. എടാ, നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ അവനെ? ആ പയ്യനെയാ? അത് സത്യം പറഞ്ഞാൽ ഞാൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എന്നും മുടങ്ങാതെ എല്ലാ വർഷവും സ്ഥിരമായിട്ട് ഞാൻ മുടങ്ങാതെ പോകും. അപ്പൊ അവനും ഞാൻ നോക്കിയപ്പോ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എല്ലാ പ്രാവശ്യവും മുടങ്ങാതെ വരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ ആറ്റുകാൽ പൊങ്കാല സ്ഥലത്ത് നിന്ന് കിട്ടിയാണ്. എന്തുവാടാ അവന്റെ പേരെന്തുവാടാ? പാപ്പി. ആറ്റാ പൊങ്കലേക്ക് സ്ഥിരമായിട്ട് വരുന്നുണ്ടെങ്കിൽ അവന്റെ പേര് പാപ്പി എന്നല്ല, പിന്നെ ചിപ്പി. എന്ത്? ഞാന് ഈ വീട് നിനക്ക് എന്തിനാണ് തന്നത്? അതിവിടെ ഷൂട്ടിങ്ങിന് വന്നത്. ഷൂട്ടിംഗ് തന്നാണോ? അല്ലാതെ അകത്ത് മാവ് കുറച്ച് മാവ് കൂട്ടി വെച്ച് നിനക്ക് പൊറോട്ട അടിക്കാൻ തന്നല്ല. പൊറോട്ട അടിക്കണം. പൊറോട്ട അടിക്കുന്ന സൗണ്ട് കേട്ടല്ല? അയ്യോ അത് പൊറോട്ട അടിക്കുന്ന ശബ്ദമല്ല. ഞാൻ കേട്ട് പൊറോട്ട അടിക്കുന്ന ശബ്ദം. അയ്യോ അത് പൊറോട്ട അടിക്കുന്ന ശബ്ദമല്ല. പിന്നെ നമ്മുടെ ഈ സീരിയലിലെ മെയിൻ നായിക ഉണ്ടല്ലോ, മേക്കപ്പ് ഇടുന്ന ശബ്ദമാണ്. ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ടാണ്. ഇവിടെ മേക്കപ്പ് ചെയ്താൽ ഇങ്ങനെ സൗണ്ട് ഉണ്ടാവുക. അയ്യോ ഇതിപ്പോ എന്തോ ഇരിക്കുന്നത്. അപ്പൊ ഈ നായികയുടെ അമ്മയായിട്ട് ഇരിക്കുന്ന ചേച്ചി മേക്കപ്പ് ചെയ്യാൻ കയറിയല്ല. കൈകൊട്ടിക്കളിയല്ലേ ഇവിടെ ഇറക്കണം. കൈകൊട്ടിക്കളി അതുപോലെ ശബ്ദം. അത് ശരി. ചോ താണ്ടത്. ഹലോ, ഷാജി കല്ലുന്താഴം അല്ലേ? അതെ, പ്രൊഫഷൻ കൺട്രോളർ ഷാജി കല്ലുന്താഴം. ചന്ദ്രൻ കുഴി ചാടി. അയ്യോ ചന്ദ്രൻ കുഴി ചാടിങ്ങി എന്നെ അല്ല, അത് ഫയർഫോഴ്സിനെ വിളിച്ചു പറയണം, അവരാണ് എടുക്കുന്നത്. അതല്ല, ഞാൻ പ്രൊഡ്യൂസർ ചന്ദ്രൻ കുഴി ചാടി. സാറേ എന്റെ പൊന്നെ, ഇതേത് പുല്ലനാണ്ടോ. സാറേ പറ സാറേ. ഞാനേ പുതിയൊരു സീരിയല് തുടങ്ങുന്നുണ്ട്. ആ സീരിയല്ലേ? ഓക്കെ. വാഴ നനയുമ്പോ ചീരയും നനയും. ഓക്കെ സാറേ. ഷാജി അപ്പൊ നമ്മുടെ കൂടെ നിക്കണം. സാറേ ഞാൻ കട്ടയ്ക്ക് സാറിന്റെ കൂടെ ഉണ്ട്. സാറ് ധൈര്യമായിട്ട് വാഴ നനച്ചോ, ഞാൻ ധൈര്യമായിട്ട് ഞാൻ ചീര നനച്ചോളാം. പിന്നെ ഷാജി, സാറേ നമുക്ക് നായിക സ്വിറ്റ്സർലാൻഡിൽ നിന്ന് മതിയേ. സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ഇറക്കാം സാറേ, നമുക്ക് അതിനുള്ള ബന്ധമുണ്ടല്ലോ. പിന്നെ ക്യാമറ റെഡ് ആയിരിക്കണം. അയ്യോ സാറേ, ക്യാമറ റെഡ് വേണമല്ലേ? അതാണ് ചെറിയൊരു പ്രശ്നം കിടക്കുന്നതേ. ഇപ്പൊ നമ്മളെ ഇരിക്കുന്ന ക്യാമറ ചെറിയൊരു ചാര നിറത്തിലുള്ള അത് വിഷയം ഉണ്ടോ? അതല്ല, റെഡ് കമ്പനിയുടെ റെഡ് കമ്പനിയുടെ ഉണ്ട്. അതുകൊണ്ട് ഭഗവാനെ ഇപ്പൊ ഉള്ളത് കളഞ്ഞ ഉണ്ട് സാർ. അത് ഇറക്കാം സാറേ, അത് ഇറക്കാം. പെർ ഡേ നായികക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വരും? ഇപ്പൊ സ്വിറ്റ്സർലാൻഡിൽ നിന്നാണല്ലോ നമ്മൾ ഇറക്കുന്നത്. അപ്പൊ പെർ ഡേ എങ്ങനെയായാലും നമ്മളൊരു 45 കൊടുക്കേണ്ടി വരും. 45,000 കൊടുക്കേണ്ടി വരും. സ്വാമിനാഥ. അതല്ല ഞാൻ ആലോചിച്ചത്. സോറി. നമുക്ക് കുറച്ചുകൂടെ താഴോട്ട് വരാം. താഴോട്ട് വരുമ്പോ നമ്മൾ എവിടോട്ടാണ്? കൽക്കട്ടയിൽ എങ്ങനെ ബന്ധമൊക്കെ ഉണ്ടോ? പിന്നെ കൽക്കട്ടയിലുണ്ട്. അവർക്ക് എത്ര രൂപ കൊടുക്കണ്ടേ? അതാകുമ്പോ 2 കുഴക്കോട്ട് കൊടുത്താലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഒരു പെർ ഡേ ഒരു 25 കൊടുക്കേണ്ടി വരും സാർ. പാടിയതല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കേരളത്തിൽ വരാം. കേരളത്തിൽ താഴോട്ട് ഇറങ്ങി വാ. ബാലരാമപുരത്ത് വല്ലോ. ശരി. സ്വിറ്റ്സർലാൻഡ് വിട്ടായിരുന്നു അങ്ങ്? സ്വിറ്റ്സർലാൻഡിൽ നിങ്ങൾ വന്ന് ബാലരാമപുരത്താണെങ്കിലേ, ബാലരാമപുരത്ത് വെടിവെച്ചാങ്കോല് വിലാസിനി എന്ന് പറഞ്ഞ പുതിയ ഐറ്റം ഇറങ്ങിയിട്ടുണ്ട്. അതാകുമ്പോ 2,500 നിൽക്കും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ 2000. അത് നമുക്ക് അത് മതി അഭിനയിക്കാൻ. അത് നമുക്ക് ഒരു ദിവസം 15,000 രൂപ എപ്പിസോഡ് തീർക്കണം. ഒരു എപ്പിസോഡിന്റെ ബഡ്ജറ്റ് 15,000 ഇല്ലേ? സ്വിറ്റ്സർലാൻഡ് വേണം. അപ്പൊ ചുരുക്കം പറഞ്ഞ ഫ്രണ്ടിൽ പൂന്തോട്ടം വേണം, കാർ പോർച്ച് വേണം, സ്വിമ്മിംഗ് പൂള്, 2 നിലയ്ക്ക് വീട്, മാസം വാടക 150 രൂപ. സാറിന്റെ സീരിയലിന്റെ പേരെന്തൊരു സാറേ? സാറേ ഞാൻ ഒരു കാര്യം പറയട്ടാ, ഈ കണക്കിനാ പോണെങ്കിൽ വാഴയെ നനയൂല, ചീരയെ നനയൂല. വെച്ചിട്ട് പോടാ പോയി. ഞാൻ പറഞ്ഞ ഈ പുള്ളി എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഭയങ്കര പാടല്ലേ? ഈ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് ഭയങ്കര പാടല്ലേ? അയ്യോ എനിക്ക് വിഷയമില്ല ചേച്ചി, ഞാൻ അതിന്റെ ഒരു മട്ടത്തിൽ നിന്ന് അങ്ങ് കൺട്രോൾ ചെയ്ത് പോവുക. ഞാൻ നീ ഒരുപാട് ചാനലിലേക്ക് ഇങ്ങനെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് നിന്നിട്ടുണ്ടോ? ഒരുപാട് ഒത്തിരി ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഈ മഴവിൽ മനോരമയുടെ സ്ഥിരം ഞാനാ. മഴവിൽ മനോരമ? അതെ. ഏതൊക്കെ ചെയ്തിട്ടുണ്ട്? ഞാന് തട്ടിമുട്ടി ഞാനാ ചെയ്തത്. തട്ടിമുട്ടി? അതെ. മഞ്ജു പിള്ളകള്? എടാ ചെറുക്ക, ഈ മഞ്ജു പിള്ള ലൊക്കേഷനിൽ ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്നോട് ഒരു പ്രശ്നമില്ലല്ലോ. ഒരു ശിവനും അറിയത്തില്ല, ഞങ്ങള് ഒരു പ്രശ്നമില്ല. അത് ശരി. പിന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇത് ആദ്യം എന്നെ വരുമ്പോഴേ പറയും, ഷാജി കാരവാൻ വേണോന്ന് ചേച്ചി പറയും. ഞാൻ പറയും കാരവാൻ ഇല്ല ചേച്ചി, കലിപ്പില്ലല്ലേ. അയ്യോ, അപ്പൊ ഒരു കുഴപ്പമില്ലേ? ദേവ് സ്നാക്സിന്റെ വണ്ടി വന്നില്ല ചേച്ചി, അപ്പൊ തുടങ്ങും കലിപ്പ്. പിന്നെ ഈ ഡയറക്ടറുമായിട്ട് കലിപ്പുണ്ട്. ആ സമയത്ത് വിളിക്കും, ഷാജി ഒന്ന് ചെല്ലും, ഷാജി മഞ്ജു ചേച്ചി റൂമിലോട്ട്. ഞാൻ നേരെ ചെല്ലും, ഈ ബായി അങ്ങ് തുറക്കും, ഈ സാധനം ഇങ്ങ് എടുക്കും. എന്നിട്ട് ഒരെണ്ണം എടുത്തിട്ട് വാ തുറക്കാം. ഇതുപോലെ CD പ്ലെയർ ഡിസ്ക് കയറ്റി വെക്കുന്ന പോലെ ഒരെണ്ണം കയറ്റി വെച്ച് കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ അടയ്ക്കും, പ്ലേ. 1 മണിക്കൂർ ശല്യമില്ല. അവിടെ പിന്നെ കലിപ്പുണ്ടാകുമ്പോ വിളിക്കും, വാ തുറക്കാം, ഒരു ഡിസ്കൗണ്ട് കയറ്റി വെക്കും, അടയ്ക്കും, പ്ലേ. അവിടെ ഇരുന്ന് വർക്ക് ചെയ്യും, വിഷയമില്ല. അങ്ങനെയാണ് ഞാൻ. ഓ എന്തുപറ്റിയടാ? എന്തിനാ നീ എന്തിനാ? ചേച്ചി ഈ വൈബ്രേറ്റർ ഇട്ടിരിക്കുക. എടുക്കണ ഫോൺ എടുക്ക. നീ എടുക്കണ്ട, ഇത്രയും ടെൻഷൻ കളിക്ക് ഇച്ചിരി വൈബ്രേറ്റ് ചെയ്യത്തെ ഒരു സുഖം.
അയ്യോ 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 എന്ത് പറ്റിയടാ? അയ്യോ എന്ത് പറ്റിയടാ? അയ്യോ, മേലിൽ നിന്ന് വേദന പെരുത്ത് താഴോട്ട് ഇറങ്ങുന്നു. ഈടാ അത് കാലിന്റെ ഞരമ്പ് തെറ്റി കാണും. ഓ പെരുത്ത് വേദന താഴോട്ട് ഇറങ്ങുന്നു. ഈടാ ഒരു ആശുപത്രി പോടാ. അയ്യോ വേണ്ട വേണ്ട വേണ്ട. അയ്യോ പെരുത്ത് വേദന താഴോട്ട് കിട്ടി. നീ ഫോണൊക്കെ എടുത്ത് ഷൂസിലാണോ വെച്ചേക്കണത്? അല്ലെ ഫോൺ ഷൂസിന്റെ ഇടയിൽ വെച്ചല്ലേ ചേച്ചി? പിന്നെ ഈ ബാക്കിലത്തെ പാന്റിന്റെ ബാക്കിലത്തെ പോക്കറ്റിലാണ് ഇട്ടത്. അപ്പൊ ഈ പാന്റിന്റെ പോക്കറ്റ് കീറി കിടന്നുകൊണ്ട് വൈബ്രേറ്റ് ചിലപ്പോ ഈറുകി താഴെ വന്നു. അങ്ങനെ എടുത്തു. അയ്യോ ആരാര്? കോട്ടയം നസീർക്ക ഉണ്ടല്ലേ? ഹലോ ഹലോ ഇക്ക, നമസ്തേ നമസ്തേ. എവിടാണ് ബമ്പർച്ചിന്റെ ഷൂട്ടാണോ? നമ്മുടെ പയ്യന്മാര് വരും ചെറിയ കയറ്റി വിട്ടേക്കട്ടെ. പിന്നെ ഇക്ക അല്ലല്ല, നമുക്ക് അതിനകത്ത് യാതൊരു വ്യത്യാസവും ഇല്ല. അത് തന്നെ ഇക്ക പറഞ്ഞ അതേ തുക 1 രൂപ കുറയത്തില്ല. അത്രേ ഉള്ളൂ. എനിക്കറിയാലോ ഇക്കയുടെ ഒരു ശരി 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 അതിനനുസരിച്ചാണ് പിടിച്ചേക്കുന്നത്. ഓക്കെ ഓക്കെ ശരി, സന്തോഷം. രക്ഷപ്പെട്ടു. അതായത് ഈ നമ്മളെ വേറെ സീരിയലില് ജനാർദ്ദൻ സാറ് വരുന്നുണ്ട് ഗസ്റ്റ് റോളില് ഒരു ദിവസം വരുന്നുണ്ട്. പക്ഷെ സാറ് പറയുന്നതേ അഭിനയിക്കും, പക്ഷെ ഡബ് ചെയ്യാൻ പറ്റിയാലും സാറ് പറഞ്ഞു. അയ്യോ അതിപ്പോ എന്ത് ചെയ്യും? അതിനാണ് കോട്ടയം നസീറിക്കാൻ വിളിച്ച് അറേഞ്ച് ചെയ്തു. അയ്യോ പുള്ളി വിളിച്ചോ? പുള്ളി വന്ന് ഡബ് ചെയ്യാന്ന് പറഞ്ഞു. പുള്ളിക്ക് ഭയങ്കര പൈസ ഇല്ലേ? ഭയങ്കര പൈസ, 50 മില്യൺ അടുക്കൂല, അഞ്ഞാ പൈസ. എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. അതെ അതെ പൈസയുടെ കാര്യത്തിൽ ഇങ്ങനെ വിട്ടുവീഴ്ചയില്ലാത്ത മനുഷ്യൻ വേറെ ഇല്ല. അതെ അതെ നല്ല പൈസ ചോദിക്കുന്നത്, നല്ല പൈസ ചോദിക്കുന്നത്. എത്ര ചോദിക്കുന്നത്? എത്രയാ ഇപ്പൊ ഇക്ക ചോദിക്കുന്നത് 1750 1 രൂപ കുറഞ്ഞാൽ വരത്തില്ലെന്നാ പറയുന്നത്. കണിശക്കാരനെ പൈസ പിന്നെ ഞാനൊരു കാര്യം എനിക്ക് നിന്റെ അടുത്ത് പറയാനുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ടിവിയിലോട്ടൊന്ന് കേറണം. എന്റെ പൊന്നു ചേച്ചി വല്ല പല്ലിയോ പാറ്റയൊക്കെയാണ് ആ സൈഡിലത്തെ ഹോൾ വഴി അകത്തോട്ട് ഞാൻ കയറ്റി വിടാം. ഇത്ര സൈക്കിൾ ഞാൻ എന്തോ ചെയ്യുമെന്ന് പറയാം. ഇതാണോ ഞാൻ പറഞ്ഞത്? പിന്നെ എന്നെ സദാസമയം ടിവിയിലൊന്ന് കണ്ടോണ്ടിരിക്കണം. സദാസമയം ടി വി കാണണം. അതെ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. സിമ്പിൾ കേസല്ലേ? അത് പറ. ഇതിനൊരു ഐഡിയ എന്റെ ഉണ്ട്. അത് പറ. സത്യം പറഞ്ഞ ഞാൻ അങ്ങനെ ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല. ഒരുപാട് പേര് വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കത്തില്ല. അപ്പൊ അതായത് ഇവിടെ അടുത്ത സ്റ്റുഡിയോ ഉണ്ടല്ലേ, ചേച്ചി എന്നൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം. ഓ ഇനി സ്റ്റുഡിയോ പോയി ഇതാണ് ഈ കുഴപ്പം. ചേച്ചി അങ്ങനെ എളുപ്പത്തിനൊന്നും തീരെ ടി വി വരാൻ പറ്റുമോ? അറിയാതെ പറഞ്ഞു. അപ്പൊ ചേച്ചി ചെയ്യേണ്ടത് ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുക, എന്നിട്ട് അതുമായിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് ടി വി വെക്കണം. അപ്പൊ മഴവിൽ മനോരമ വരും. അതിന്റെ ഈ റൈറ്റ് സൈഡിൽ മഴവിൽ മനോരമ എംബ്ലം വരും. കണ്ടിട്ടുണ്ട്. അതിന്റെ പുറത്തോട്ട് ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഞാൻ കൊട്ടിച്ചു വെക്കണം. അതാകുമ്പോ മനോരമയല്ല ഏത് ചാനൽ വെച്ചാലും ചേച്ചി എങ്ങനെ ടി വി കാണാം. ഡിസ്കവറി ചാനലിൽ വരാനാ എന്റെ പൈസ വേറെ പോട്ടെ. എന്റെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് എന്റെ വീട്ടിൽ വന്ന് ഷൂട്ടിങ്ങിന് വേണ്ടി വാടകയ്ക്ക് എടുത്തിട്ട് എനിക്ക് വേഷവും തരാതെ നീ എന്നെ കളിയാക്കുന്നോടാ? നീ എന്നെ കളിയാക്കുന്നോ? വേണ്ട, എന്നെ കളിയാക്കുന്ന ഷൂട്ടിംഗ് ഇവിടെ വേണ്ട. എന്നെ മാറിക്കൊണ്ട് ഇറങ്ങിപ്പോ. വേണ്ട, ഒന്നും പറഞ്ഞ് ഇറങ്ങിക്കൊണ്ട് പോ. നടക്കൂല ചേച്ചി, വയറ്റിപ്പഴപ്പാണ്. നടക്കൂല എന്ന് പറഞ്ഞാൽ നടക്കൂല. ഒരു കാര്യം ഡയറക്ടറോട് ഞാൻ ചോദിക്കും. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച് ഞാൻ ക്ലിയർ ചെയ്യാം. വേഷം തരൂ, വേഷം തരൂ പ്ലീസ്. ആർട്ടിസ്റ്റ് പിന്നെ വേഷം ഉറപ്പാക്കിയിട്ട് വരാവേ. അത്രേ ഉള്ളൂ. ഞാൻ ക്ലിയർ ചെയ്തോളാം. ക്ലിയർ ചെയ്യാം, ദൈവത്തെ വിചാരിച്ചു കേട്ടോ. വേഷം ഉണ്ടാവും. ഓ ആയിക്കോട്ടെ. എന്തോ ഹലോ, എന്റെ വീടാണ് അറിയാമല്ലോ. അങ്ങോട്ട് മാറി ഞാനിരിക്കണം. നമ്മളൊക്കെ ഇപ്പൊ ഒരു അംഗങ്ങളാണ്. ഇതുകൊണ്ട് ഞാനുണ്ട് സീരിയൽ അഭിനയിക്കാനായിട്ട്. ഞാൻ നിന്നാ നിൽക്കുന്നുണ്ടോ? നമ്മളെപ്പോഴും ഇങ്ങനെ നിൽക്കാവൂ. താന്ന് കൊടുക്കരുത്, തലേ കയറി ഇരിക്കും. നമ്മളൊക്കെ ആക്സിസ്റ്റുകളല്ലേ. ആക്സിസ്റ്റുകളുടെ വില ഒരിക്കലും കളയരുത്. കേട്ടല്ലോ, മത്സരിക്കാൻ നിൽക്കണ്ടേ, തോറ്റു. അയ്യോ എന്റെ വേഷം കൊണ്ട് വരിക. എന്തായി? ഞാനിപ്പോ ചെന്നു പുള്ളിയോട് ഞാനിത് പറഞ്ഞ പുള്ളി ഒരേ അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി ഒരു വേഷം കൊടുക്കാന്ന് പറഞ്ഞാണ് നമ്മൾ ഈ വീട് തന്നത്. ഞാൻ പുള്ളി അറിയാലോ ഞാൻ അങ്ങനെ പറയുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു ഞാൻ അപ്പൊ അങ്ങനെ പറഞ്ഞു വന്നപ്പോഴേ ഡയറക്ടർ സാർ ഇപ്പൊ പറയുകയാണ് ഇന്നത്തെ ഈ ദിവസവും കൂടെ ഉള്ള ഈ വീട്ടിൽ ഷൂട്ടിങ്, നാളെ മുതൽ വേറെ വീട്ടിലോട്ടാ. അതുകൊണ്ട് വേഷം ഇല്ല. ഇല്ല വേഷം ഇല്ല. നാളെ തൊട്ട് വീട്ടിൽ ഷൂട്ടിംഗ് ഇല്ലേ? ഇല്ല. അപ്പൊ എന്റെ വേഷം ഇപ്പൊ ഇട്ടിരിക്കുന്ന വേഷത്തിന് എന്തൊരു കുഴപ്പം? പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം കൗസല്യാ സുപ്രജാ രാമപൂർവാ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. എന്റെ ഭർത്താവിനെ കൊണ്ടുപോയി കുളിപ്പിച്ച് എന്റെ കുടുംബം ഇല്ലാതാക്കുന്നത് നീ ഒരൊറ്റ ഒരുത്തനാ. ചേച്ചി
എന്താണ് കാണിക്കുന്നത്? അല്ല ചേച്ചി അനങ്ങി വരുമ്പോഴത്തേനും പല്ല് വെച്ച് റെഡിയായിട്ട് നിക്കാലോ എന്ന് ഓർത്ത്. നിന്നെ പല്ലുരാപ്പിക്കൽ മാത്രമല്ല, ഞാൻ നിന്നെ ഇവിടെ കുളിപ്പിച്ച് നിർത്താൻ അറിയാമോ? അത് വേണ്ട ചേച്ചി ചേച്ചി. സതീശ, നിന്റെ അടുത്ത് ഞാൻ 2 കാര്യം പറയാ ചീ. സതീശ, ഞാൻ ഇവിടെ വന്ന നിന്റെ അടുത്ത് 2 കാര്യം പറയാ ചേച്ചി. വെച്ചാ ഈ കുറെ നേരം ആയല്ലോ 2 കാര്യം. കഴിഞ്ഞ നിന്റെ നെഗളിപ്പ് കഴിഞ്ഞല്ലോ. സതീശ, ഇന്നലെ എന്റെ ഭർത്താവ് വീട്ടിൽ കുടിച്ചോണ്ടാണ് വന്നത്. ആണോ? ചോദിച്ചപ്പോ നിന്റെ പേരാണ് പറഞ്ഞത്. ആണോ? ആ. ഞാനും അങ്ങനോട് ഈ സ്ഥിരമായിട്ട് എന്തിനിങ്ങനെ കുടിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അതിന്റെ കാരണമായിട്ട് നിങ്ങളുടെ പേരാണ് പറഞ്ഞത്. സതീശ, കളിക്കല്ലേ. കണ്ടോ, ഇന്നലെ രാത്രി പാതിരാത്രി കുടിച്ചോണ്ട് വന്ന ഞാൻ ചോദിച്ച് നിങ്ങൾ എന്തോന്ന് കുടിച്ചെന്ന്. അപ്പൊ നിന്റെ പേരാണ് പറഞ്ഞത്. ഭഗവാനെ, എന്റെ പേര് സാധനം ഇറങ്ങിയാ? ഞാൻ അറിഞ്ഞില്ല, ഇതുവരെ അടിച്ചിട്ടില്ലത്. സതീശ, കളിക്കല്ലേ. നീ ഒരൊറ്റ ഓർത്തത് എന്റെ ഭർത്താവിനെ കൊണ്ട് കുടിപ്പിച്ച് നശിപ്പിക്കുന്ന അറിയാവോ? പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവ് 3.5 വയസ്സുള്ള ഇള്ള കുഞ്ഞാണല്ലോ. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന കുറുക്കാണല്ലോ. ആവശ്യമുള്ള കൂച്ചാ മതി. എന്റെ ദൈവമേ, എന്റെ ഭർത്താവിനെ കൊണ്ട് കുടിപ്പിച്ചിട്ട് ഈ കാലമാണ് നിന്ന് മാന്യം ചവയുന്നുണ്ടോ? എടാ നീ എന്നല്ല, നീ ഒരിക്കലും പോകത്തില്ല. എടാ നീ എവിടെയെങ്കിലും പോയി തോന്നേടാ. എവിടെയെങ്കിലും എങ്ങോട്ടെങ്കിലും പോ. ചേച്ചി അണ്ണ അടിച്ച് പിറ്റായിട്ടാണ് വീട്ടിൽ വരുന്നതിലും ഭയങ്കര എത്തിക്സ് ഉള്ള മനുഷ്യനാണല്ലേ ചേച്ചി? എന്താണ് അങ്ങനെ പറഞ്ഞത്? അല്ല, ഇന്നലെ അണ്ണ ഇവിടെ വന്നായിരുന്നു. വന്നപ്പോ അവിടാണ് മൂത്രം ഒഴിച്ചു വെച്ചത്. ആ മണ്ണ് മാറിക്കളയാണ്ട് ചേച്ചി രാവിലെ പറഞ്ഞയച്ചത്. അയ്യേ, മൂത്രമായിരുന്ന? പിന്നല്ലാതെ നാറ്റ കേസ് തന്നെ. പിന്നെ മൂത്രത്തിന് പിന്നെ അത്ര മണവാ. ഇന്നലെ രാത്രി അങ്ങനെ പാതിരാത്രി കുടിച്ചോണ്ട് കയറി വന്ന് ഒന്നുമില്ലെങ്കിലും മുണ്ടെടുത്ത് കൊടുക്കണം. അപ്പോഴേ അതാണോ ഞാൻ പറഞ്ഞത്? പിന്നെ ഒന്നുമില്ലെങ്കിലും ഞാനും എന്റെ 8 മക്കളും വീട്ടിൽ തനിച്ചാണെന്നുള്ള കാര്യം അങ്ങേർക്ക് ഓർമ്മ വേണം. കള്ള് കുടിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് ഒതുക്കണം. അല്ല, എത്ര പിള്ളേരെന്ന് പറഞ്ഞേ? 8 പിള്ളേര്. അപ്പൊ അങ്ങനെ കള്ളു പിടിക്കാതെ വരുമ്പോ ചേച്ചി ഒരു പൊടിക്ക് ഒതുങ്ങണം. ഇതൊക്കെ കണ്ടല്ലേടാ പിള്ളേര് പഠിക്കുന്നേ. അപ്പൊ ഇത് കണ്ടു പഠിക്കാൻ ഇതെന്തോന്ന് കുമാരനാശാന്റെ വീണ പോവാ? അല്ലെങ്കിൽ ഇതുകൊണ്ട് വല്ല പ്രയോജനം വേണം. ഇതുകൊണ്ടല്ലേ പ്രയോജനം? എടാ, ഇതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാ വയറിന് വേദന ഉണ്ടാവൂലേടാ? ഇല്ല, ഇങ്ങനെ ഇറുക്കി കെട്ടായിരുന്നാ മതി, അപ്പൊ കുഴപ്പമില്ല. ശരി, അത് പോട്ടെന്ന് വെക്കാം. ഇതൊക്കെ അകത്താക്കിയിട്ട് നമുക്ക് 10 രൂപ വെച്ച് നിൽക്കാൻ പറ്റുമോ? ഇത് അകത്താക്കാതെ ചെന്നിരിക്കുമ്പോഴാണ് നാണക്കേട്. നീ എന്തോടാ പറയുന്നത്? നിക്കറിന്റെ കേസല്ലേ പറഞ്ഞ? ലിക്കറിന്റെ കേസല്ല. പിന്നെ നീയൊക്കെ ഇന്നലെ കുടിച്ച ലിക്കറിന്റെ കേസാ ഞാനീ പറയുന്നത്. ലിക്കർ. എനിക്ക് നിന്റെ സംസാരം കേട്ടോണ്ടിരിക്കാൻ നിവൃത്തിയില്ല. തള്ളയ വിളി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, രാവിലെ നിങ്ങൾ എന്റെ വായിന്ന് തള്ളക്ക് വിളിക്കാൻ വന്നിരിക്കുകയാണ്? തള്ളക്ക് വിളിക്കാനാണോ പറഞ്ഞത്? പിന്നെ നീ നിന്റെ തള്ളയെ നിന്റെ ചേച്ചിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് എന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് വന്ന് ഈ വീട്ടിൽ ഇരുന്ന് നീയൊക്കെ കുടിക്കേണ്ട കാര്യം എന്തോന്ന്? ചേച്ചി ഒരുപാട് തോന്നിയൊന്നും പറയരുത്. ഞാൻ കണ്ണി കണ്ട കാര്യം പറയും. ചേച്ചി അങ്ങനെ ഞാൻ ഇതിനകത്ത് വന്നിരുന്ന് കുടിച്ചിട്ടില്ല ചേച്ചി. എടാ, നീ ഇതിനകത്ത് കുടിക്കുന്നത് എനിക്ക് അറിയാമല്ല. ചേച്ചിയുടെ കലിയെല്ലാം കൂടെ കയറി വരും കേട്ടോ. ചേച്ചി സത്യമായിട്ട് ഞാൻ രാവിലെ എണ്ണിച്ച് 2 നേരം ഞാൻ കുളിക്കും. എന്നിട്ട് ഞാൻ വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്ന എന്റെ തറവാടായി. അയ്യ, നിന്റെ തറവാട് കണ്ടുകൊടുത്താലും മതി. ആ ഫ്രണ്ടിൽ 2 പലക ഇറക്കാൻ ഇളകി പോകണമെങ്കിൽ നിന്റെ തറവാട് നിലമ്പത്തും അറിയാമോ? ചേച്ചി സത്യമായിട്ട് നിങ്ങളുടെ അണ്ണനോട് ഞാൻ ഇവിടെ വന്നിരുന്ന് ഞാൻ കുടിക്കാറില്ല. നീ കുടിച്ചോണ്ടാ ഞാൻ പറയുന്നത്. പഞ്ചായത്ത് ബാറാണ് ചേച്ചി ഇവിടെ വന്നിരുന്ന് കുടിക്കാൻ. പിന്നെ നിങ്ങൾ എവിടെ നിന്നാ കുടിക്കണേ? ചേച്ചി 9 ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് കുടിക്കുന്നത്. അതല്ലേ എന്റെ വീട്ടിലാ. ഇവിടെ നിന്നാ എല്ലാരും അറിയും, എല്ലാരും വരും. ചുമ്മാതല്ല, എന്റെ വീട്ടിൽ ഈ കാലിക്കുപ്പിയുടെ എത്ര മേളം ആണോ? നിങ്ങൾ 2 പേരും കുടിക്കുന്ന ആ കാലിക്കുപ്പി ഉണ്ടല്ലോ, അത് ഞാൻ ആക്രിക്കാരൻ തൂക്കി വിറ്റിട്ടാ ഞാൻ 1 കിലോ അരി മേടിച്ച് അറിയാവോ? അത് കൊള്ളാം ചേച്ചി. എന്ത്? നമ്മുടെ കാശിന് അരി മേടിച്ച് ഇന്നിട്ട് നമ്മുടെ തലേ കയറാൻ വരുന്നത്. എന്നിട്ട് നമ്മള് കുടുംബം നോക്കുന്നില്ല എന്ന് പരാതി. അതാണോ ഞാൻ പറഞ്ഞത്? നിന്റെയൊക്കെ മുടി ഞാൻ കുടിയൊന്ന് നിർത്താൻ. അപ്പൊ നാളെ മുതൽ വീട്ടിൽ അരി മേടിക്കണ്ടേ? ഈ ചെറുക്കനോട് എന്താ പറഞ്ഞ മനസ്സിലാവില്ല. ഞാനൊരു കാര്യം പറയാം. എന്ത്? നിന്റെ അച്ഛൻ മരിച്ചിട്ട് മാസം 3 തികഞ്ഞിട്ടില്ല, അറിയാമല്ലോ. അച്ഛനെ കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ നീ ഇങ്ങനെ കുടിക്കുവോ? പറ. ഓർക്കുമ്പോ മക്കളായ ഓർക്കുമ്പോ ഓർക്കണം. നിന്റെ അച്ഛനാണ്, നീ ഓർക്കണം. ഓർക്കുമ്പോ കിട്ടത്തില്ല. ഇപ്പോഴാണ് കിട്ടിയത്. എന്തോന്ന്? ഇന്നലെ ഒരു 1 ലിറ്റർ മേടിച്ച് എവിടെ കുഴിച്ചിട്ടെന്ന് നിന്റെയൊക്കെ മുടിഞ്ഞ കുടിയൊന്ന് നിർത്താനാ ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ എന്റെ ഭർത്താവിന്റെ കുടി കാരണം എന്റെ അച്ഛൻ
ഉരുകി ഉരുകിയാ തീർന്നത് അറിയാവോ? മെഴുകുതിരിയുടെ മോളാ എന്റെ ഫ്രണ്ട് വന്നിരിക്കണേ. അതല്ല ഞാൻ പറഞ്ഞത്. എന്റെ ഭർത്താവുണ്ടല്ലോ, അയാള് ഏതൊരു കുടിച്ചിട്ട് വന്ന് എന്നെ പൂര തെറിയാളാ, തെറിവിളി. ചേച്ചി കാര്യമല്ല, ഓക്കെ, പക്ഷെ അത് മാത്രം ഞാൻ വിശ്വസിക്കത്തില്ല. പിന്നെ ചേച്ചി നിങ്ങളുടെ ഭർത്താവ് എന്ന് പറഞ്ഞാലും ഞാൻ എന്ത് പറഞ്ഞാലും അതുപോലെ അനുസരിക്കുന്ന മനുഷ്യനാണ്. ഞാൻ ഇന്നലെ കൂടെ പറഞ്ഞോളൂ, അണ്ണാ ചുമ്മാ നിങ്ങൾ കള്ളു കുടിക്കുന്ന ഓക്കെ, കള്ളു കുടിച്ചിട്ട് ആവശ്യമില്ലാതെ ചേച്ചിയും പിള്ളേരും പോയി ചീത്ത വിളിക്കുന്നത് ഞാൻ പറഞ്ഞോളൂ. ഞാൻ അത് ശരി, അപ്പൊ നീയാണല്ലേ പറഞ്ഞത്? പിന്നല്ലേ, അതുകൊണ്ട് ഇപ്പൊ കള്ളു കുടിച്ചിട്ട് വന്നുള്ള തെറിവിളി ഇല്ലടാ. അതാണ് സതീശൻ. പകരം കള്ളു പിടിക്കാൻ പോകുന്നതിന് മുമ്പ് എന്നെ തെറിവിളിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടല്ല. അതുകൊണ്ട് സതീശ, നീ എന്റെ ഭർത്താവായിട്ടുള്ള കൂട്ടുകെട്ടങ്ങ് വിടണം. ചേച്ചി വേറെ എന്ത് വേണേലും ഞാൻ സഹിക്കും, പക്ഷെ അണ്ണനുമായിട്ടുള്ള കൂട്ടുവിടാൻ പറയല്ലേ ചേച്ചി. സതീശ, ചുമ്മാരി, ഞാനാണ് പറഞ്ഞത് നീ അണ്ണനോടുള്ള കൂട്ടുകെട്ട് വിടണം. ചുമ്മാരി. ആ കൂട്ടുകെട്ട് നിനക്ക് അത്ര നല്ലതിനല്ല. ചേച്ചി ചുമ്മാരി ചേച്ചി. ഞാൻ ഒരു കാര്യം, ഞാൻ അണ്ണനെയാണ് ആദ്യം കണ്ട, ചേച്ചിയല്ല. ചേച്ചിയെ പിന്നാണ് ഞാൻ കണ്ടത്. നീ ആ കൂട്ടുകെട്ട് വിട്ടില്ലെന്നുണ്ടെങ്കിലേ ഞാൻ ഇവിടെ കിടന്ന് ചാവും, നോക്കിക്കോ. പിന്നെ ഞാൻ ഇപ്പൊ നിന്റെ മുമ്പിൽ വെച്ച് ഞാൻ തീ കൊളുത്തും. ആണോ? എന്നിട്ട് നിന്നെ കൊണ്ട് ഞാൻ തീറ്റിക്കും. നടക്കുന്ന കേസല്ല തീറ്റി. അതെന്ത്? അൽഫാം എനിക്ക് ഇഷ്ടമല്ല. നോക്കിയോ, ഞാൻ ഇപ്പൊ ചാവും. ഞാനിപ്പോ ഇല്ലല്ല നിന്റെ മുമ്പിൽ. നിനക്ക് വേണ്ട ചേച്ചി, വേണ്ട, എനിക്ക് ചാവണം. ചേച്ചി ചേച്ചി ആവശ്യമില്ലാത്ത ചേച്ചി. ചേച്ചി ചുമ്മാരി ചേച്ചി. ഞാൻ ചാവുന്ന ആൾക്കാർ കാണും ചേച്ചി. ഇല്ല, ഞാൻ ചാവപ്പെടും. ചേച്ചി ചുമ്മാരി. നിനക്കൊരു കാര്യം അറിയോ? എന്റെ അമ്മാവൻ അമേരിക്കയിലുണ്ട്. അമ്മാവൻ അറിഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് നിന്നെ അടിക്കും. അയ്യോ, അമേരിക്ക അടിക്കില്ലേ? എന്നാ പോട്ടെ, എന്റെ ചേട്ടൻ ഇറ്റലിയിലുണ്ട്. ഇറ്റലി വന്ന് അടിക്കും. അയ്യോ, ഇറ്റലി അടിക്കല്ലേ? എന്നാ അതും പോട്ടെ, എന്റെ മാമൻ ഫ്രഞ്ചിലുണ്ട്. അയ്യോ, ഫ്രഞ്ച് അടിക്കല്ലേ? എടാ കെട്ട് മുറുകിയടാ. അയ്യോ, നിങ്ങൾക്കാണ് ആത്മഹത്യ, എനിക്കല്ല. ഇതെന്തിനു മുറുക്കിയ? ഇത് ആരേലും കണ്ടോണ്ട് ഇതിപ്പോ ഒന്ന് അഴിച്ചു നോക്കിയാ. എന്തോ ഒരു നാച്ച വന്നു. എനിക്കൊണ്ട് വരാം. ഈ കുരിക്കുന്ന എങ്ങനെ എണീക്കൂടാ? എന്റെ ഇളയ ചെറുക്കൻ കുക്കു അവൻ നീന്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നിട്ടാണ് ചേച്ചി ഈ സങ്കടവും വിഷമവും പൈസ ഇല്ലായ്മയും പറയണേ. നീന്തൽ വിദഗ്ധരൊക്കെ ഇപ്പൊ നല്ല സ്കോപ്പല്ലേ, പയ്യനെ ഇറക്കി വിടും. എന്നെ ആരാണ്ട് വിളിക്കുന്നു. ഇത് അണ്ണനായിരിക്കും. അണ്ണ ഇല്ല, എനിക്കുണ്ട്. ചേച്ചി എന്റെ കൂടെ വാ. കട്ടായി. ഒരു ദാശമെന്ന് പറയട്ടെ. ആരാണ് ഈ സമയത്ത്? അയ്യോ, എന്റെ ഫോണ്. ആരും ചേട്ടനാണോ? മരിക്കല്ല, ഇറുവീരികയാണ്, മരിക്കല്ല. എന്തൊരു നാശമെന്ന് പറ. ഒരു കാര്യം ചെയ്താലേ, പിച്ചാത്തി എടുത്ത് അറുത്ത് വിട്ടാലേ. അയ്യോ, പിച്ചാത്തി എടുത്ത് നമ്മൾ രണ്ടു ഇതിനകത്ത്. ഓ, സയാമി സാറേ പോലെ ഇനി അടുക്കള പോയിട്ട് വരുമ്പോ നേരം വെളുക്കും. നീങ്ങ വാ, ഒരു വഴിയുണ്ട്. വാ മാരി, ഇങ്ങോട്ട് വാ. അവിടെ നില്ല് ചേച്ചി, പതുക്കെ. ഇതെന്താ ആരേലും കണ്ടോണ്ട് വന്നാ ഇത് എന്തോ ചെയ്യും. ആടാ, ആരാണ്ട് വരുന്നു. ഇല്ല, ഫോൺ. ഹലോ സതീഷ, ഓ, നീ എവിടാ? ഞാൻ അമ്പലത്തിൽ നിൽക്കുന്നടാ. തിരുമേനി ചൂട് പായസം കോരി കയ്യാൽ ഒടിച്ചടാ. വേറൊരു ശബ്ദം. അമ്പലപ്രാവ് കുറുകതറാടാ. മച്ചകത്താരോ തേങ്ങിപ്പറക്കുന്നത് അമ്പലപ്രാവ്. ശബ്ദം കേട്ടിട്ട് കുട്ടത്തിപ്രാവെന്ന് തോന്നുന്നു. നീ വെച്ചിട്ട് പോയടാ. തിരുമേനിയുടെ കയ്യില് ഞാനൊരു ചരട് പൂജിക്കാൻ കൊടുത്തിട്ടുണ്ട്. ആ ചരട് എങ്ങനെയും ഊരി എടുക്കട്ടാ. മാറിയേക്ക ചേച്ചി, ഇത് കലിപ്പാകും. ആരേലും കണ്ടോണ്ട് വന്ന വിഷയം. എന്റെ ചേട്ടൻ വന്നു പ്രശ്നമാകൂല്ലോ. എങ്ങനെ വന്നാലും ഇതാരേലും നോക്കിക്കോ. ഇതിലേ പോന്ന ആരേലും വിളിക്കും. ഇത് വിജയാകും. സതീഷ, എന്താടാ ഇവിടെ വരുന്ന വന്നാടാ? എന്തിനാടാ? എടാ, ഒരു കാര്യം പറയടാ. ഒരു ഉഗ്രം കോളുണ്ടെന്ന്. ഒരു കോളമല്ല, ഞാൻ വേറൊരു വിഷയത്തേക്ക് പോടാ. ഇങ്ങോട്ടൊന്ന് വന്നേടാ. എടാ, ഈ ചെറു ഞാനിവിടെ മതിലിന്റെ അടുത്ത് ഇപ്പോണ്ട്. നീ ഇങ്ങോട്ട് വാ. ഒരു മിനിറ്റ് ചേച്ചി. എന്താടാ? അളിയാ, ഒരു ഉഗ്രം കോളുണ്ട്. ഇങ്ങോട്ട് വന്ന നീ. എന്തോ കാര്യം പറടാ. നീ കണ്ട്. എന്താ? നിന്നെ വെറുതെ ഒന്ന് കാണാൻ വേണ്ടിയായിരുന്നടാ. പോടാ പറ്റി അവിടുന്ന്. സമയം ഒരിക്കലും രക്ഷപ്പെടാൻ നോക്കിയിരിക്കുമ്പോ അവന്റെ കൂടെ അവൻ സ്ഥിരമുള്ള പണി ചേച്ചി. ഇത് ചുമ്മാ ആവശ്യമില്ലാത്ത പോയി എന്റെ ഫോണ്. അയ്യോ, താ എന്നെ പരിച്ചോട്ട് പോണു.
അല്ലെങ്കിൽ ഇപ്പൊ കട്ടാവും. ഹലോ അയ്യോ അയ്യോ ഈശ്വരാ. അയ്യോ എന്താ എടാ എന്റെ ഭർത്താവിന് ഞാൻ പലതവണ പറഞ്ഞതാ ഇങ്ങനെ കുടിക്കല്ലേ കുടിക്കല്ലേ എന്ന്. അതിന് അങ്ങനെ കുടിച്ചിട്ട് എവിടെയോ ചെന്ന് വീണ് കയ്യും കാലും ഒടിഞ്ഞ് കിടക്കണടാ. ആണോ ചേട്ടാ അല്ലല്ലോ. അല്ലല്ലോ. ചേട്ടാ അല്ലല്ലോ. പോട്ടറ പോട്ടറ എന്റെ അണ്ണന്റെ കയ്യും കാലും ഒടിഞ്ഞോണ്ട് നിനക്ക് ഭയങ്കര വിഷമം തന്നെ അല്ലേടാ? അതുകൊണ്ടല്ല പിന്നെ എവിടെ പോയാലും വിളിക്കും എന്റെ അണ്ണാണ്ട്. പക്ഷെ ഇന്ന് കുടിക്കാൻ പോയപ്പോ മാത്രം വിളിച്ചില്ല.